ഇന്ന് മെയ് 18 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഏപ്രിൽ 11 തിയേറ്ററുകളിലേക്ക് എത്തിയ ഉണ്ണി മുകുന്ദൻ സിനിമയാണല്ലോ ജയ് ഗണേഷ്. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് മനോരമ മാക്സിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം അടുത്തയാഴ്ച മെയ് 24 മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യും. മലയാളത്തിൽ മാത്രമായിരിക്കും OTT റിലീസ് ചെയ്യുക. കാത്തിരിക്കാം OTT റിലീസിനായിട്ട്. അടുത്ത രണ്ട് അപ്ഡേറ്റുകൾ രണ്ട് ജിയോ സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. അതിൽ ഡേത് ബിഗ സമീൻ എന്ന ഒരു ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ് ആദ്യത്തേത്. ചിത്രം മെയ് 31 ജിയോ സിനിമാസിലൂടെ ഹിന്ദിക്ക് പുറമെ കൂടുതൽ ഭാഷകളിൽ OTT റിലീസ് ചെയ്തേക്കും. മറ്റൊന്ന് ബ്ലാക്ക് ഔട്ട് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ജൂൺ 7 ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ആമസോൺ പ്രൈമിലൂടെ കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ വിദേശ സീരീസ് ആണ് ഔട്ടർ റേഞ്ച്. സീരീസിന്റെ ഏറ്റവും പുതിയ സീസൺ ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിൽ കഴിഞ്ഞ ദിവസം മുതൽ സ്ട്രീം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അഞ്ചാമത്തേത് ശരത്തുലു വർത്തിസ്തി എന്നൊരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇന്ന് അഹ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ മെയ് 18 സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. വീഡിയോയിലെ ആറാമത്തെ അപ്ഡേറ്റ് വരുന്നയാഴ്ച OTT റിലീസിന് ഒരുങ്ങുന്ന ജെന്നിഫർ ലോപ്പസിന്റെ അറ്റ്ലസ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് 24 OTT റിലീസ് ചെയ്യുന്നതാണ്. ജിയോ സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ അടുത്തതായിട്ട് OTT റിലീസിന് ഒരുങ്ങുന്ന ഒരു വിദേശ സിനിമയാണ് ഓപ്പറേഷൻ ജെമിനി. ഈ റഷ്യൻ സിനിമ ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ ഉടനെ ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതാണ്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് എട്ടാമത്തെ അപ്ഡേറ്റ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ വിജയം നേടിയെടുത്ത 80 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമയാണ്. ചിത്രം ജൂൺ മാസം പകുതിയോടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യും. ആടുജീവിതത്തിന്റെ OTT റിലീസിന് ശേഷമായിരിക്കും സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം പുറത്തുവരിക. പാൻ ഇന്ത്യൻ ഭാഷകളിലായിരിക്കും വർഷങ്ങൾക്ക് ശേഷം OTT ലഭ്യമാകുക.